എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കേരള ഫിനാൻഷ്യൽ കോഡിനെക്കുറിച്ചാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സർക്കാരിന്റെ ടെൻഡർ നടപടികളെക്കുറിച്ച്. അതായത് ഒരു സർക്കാർ കരാർ എങ്ങനെയാണ് നൽകുന്നത്, അതിന്റെ പിന്നിലെ നിയമങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് വിശദമായി നോക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? സർക്കാർ ഒരു സാധനം വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു സേവനം ആവശ്യമായി വരുമ്പോഴോ നമ്മുടെയെല്ലാം പണം, അതായത് പൊതുപണം, എങ്ങനെയാണ് ചിലവഴിക്കുന്നത്? അതിനൊരു കൃത്യമായ സുതാര്യമായ നടപടിക്രമം വേണ്ടേ? അത് എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഈയൊരു യാത്ര മുഴുവനായി കാണാൻ പോവുകയാണ്. ടെൻഡർ ക്ഷണിക്കുന്നത് മുതൽ, അതായത് ഇൻവിറ്റേഷൻ ടു ടെൻഡർ മുതൽ, പിന്നെ അതിൽ വരുന്ന ഏർണസ്റ്റ് മണി, സെക്യൂരിറ്റി എന്നിവയെക്കുറിച്ചും സംസാരിക്കും. ഏറ്റവും നല്ല ടെൻഡർ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു, കരാർ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നൊക്കെ നോക്കും. ചില പ്രത്യേകതരം കരാറുകളുമുണ്ട്, അതും നമ്മൾ കവർ ചെയ്യും. അവസാനം ഇതെല്ലാം ശരിയാണോ എന്ന് പരിശോധിക്കുന്ന ഫൈനൽ ഓഡിറ്റ് ചെക്ക് വരെ നമ്മൾ പോവും. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ശരി, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഘട്ടം ടെൻഡറിലേക്കുള്ള ക്ഷണം, അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ടു ടെൻഡർ. സർക്കാരിനൊരു ആവശ്യം വരുമ്പോൾ അതെങ്ങനെയാണ് മറ്റുള്ളവരെ അറിയിക്കുന്നത്? ഇതിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കമ്പനികളെ എങ്ങനെയാണ് ക്ഷണിക്കുന്നത്? അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ മുഴുവൻ പ്രക്രിയയുടെയും അടിത്തറ എന്ന് പറയാവുന്നത് ആർട്ടിക്കിൾ 131, അതായത് ടെൻഡറുകൾ ക്ഷണിക്കുന്നതിനെക്കുറിച്ചുള്ള നിയമങ്ങൾ. ഈ നിയമങ്ങൾ എന്തിനാണെന്ന് വെച്ചാൽ ഈ പ്രോസസ്സ് നീതിയുക്തവും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയതും ആയിരിക്കണം എന്നുറപ്പുവരുത്താനാണ്. ഒരു സംശയത്തിനും ഇടവരുത്തരുത്, അതാണ് ലക്ഷ്യം. അപ്പോൾ ഈ ആർട്ടിക്കിൾ 131 എന്തൊക്കെയാണ് പ്രധാനമായും പറയുന്നതെന്ന് നോക്കാം. ഒന്നാമതായി, പ്ലാനിംഗ്. ഒരു വർഷത്തേക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ വരുമെന്ന് മുൻകൂട്ടി കണക്കാക്കണം. പിന്നെ ടെൻഡർ വിളിക്കുമ്പോൾ അതിലെ വിവരങ്ങൾ, അതായത് സ്പെസിഫിക്കേഷൻസ്, വളരെ കൃത്യവും വ്യക്തവുമായിരിക്കണം. ഒരു കൺഫ്യൂഷനും പാടില്ല. പറ്റുന്നിടത്തെല്ലാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻസ് ഉപയോഗിക്കണം. ഇത് ഉൽപ്പന്നങ്ങൾക്കൊരു മിനിമം ക്വാളിറ്റി ഉറപ്പാക്കാനാണ്. ഏറ്റവും പ്രധാനമായി, എല്ലാ ടെൻഡറുകളും സീൽ ചെയ്ത കവറുകളിലായിരിക്കണം വാങ്ങേണ്ടത്. എന്തിനാണെന്നോ, സുതാര്യത ഉറപ്പാക്കാൻ തന്നെ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സാമ്പത്തിക കാര്യങ്ങളിലേക്ക് കടക്കാം. അതായത് ഏർണിസ്റ്റ് മണി, പിന്നെ സെക്യൂരിറ്റി. ചുമ്മാ ഒരു തമാശയ്ക്ക് ആർക്കും ടെൻഡറിൽ പങ്കെടുക്കാൻ പറ്റില്ല. പങ്കെടുക്കുന്നവർക്ക് കാര്യമായ താൽപ്പര്യമുണ്ടെന്ന് ഉറപ്പാക്കണം. അതിനാണ് ഈ ഡെപ്പോസിറ്റുകൾ. ഇതൊരു തരം ഉറപ്പാണ്. അപ്പോൾ എന്താണ് ഈ ഏൺസ്റ്റ് മണി ഡെപ്പോസിറ്റ് അഥവാ EMD? സർക്കാർ കോൺട്രാക്റ്റുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഈ വാക്ക് കേൾക്കും. സിംപിളായി പറഞ്ഞാൽ, ടെൻഡർ കൊടുക്കുന്ന ആൾക്ക് ഈ ജോലി ചെയ്യാൻ ശരിക്കും താൽപ്പര്യമുണ്ട്, വെറുതെ സമയം കളയാനല്ല വരുന്നതെന്ന് കാണിക്കാനുള്ള ഒരു ഡെപ്പോസിറ്റാണത്. ഒരു പ്രൂഫ് ഓഫ് സീരിയസ് ഇൻറ്റന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എത്രയാണ് ഈ EMD? ആർട്ടിക്കിൾ 132 പറയുന്നത് സാധാരണഗതിയിൽ കരാറിന്റെ ആകെ തുകയുടെ 1% EMD ആയിട്ട് വെക്കേണ്ടത് എന്നാണ്. ഒരു മിനിമം തുകയും ഉണ്ട്, 30 രൂപ. ഇത് പഴയ കണക്കായിരിക്കാം, പക്ഷേ കോഡിൽ ഇപ്പോഴും അതാണ് പറയുന്നത്. എന്നാൽ എല്ലാവർക്കും ഈ EMD നിർബന്ധമാണോ? അല്ല, ചില ഇളവുകളുണ്ട്. ഉദാഹരണത്തിന്, ഒരുപാട് കാലമായി വിപണിയിലുള്ള നല്ല പേരുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഹെഡിന് വേണമെങ്കിൽ EMD ഒഴിവാക്കി കൊടുക്കാം. അതുപോലെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ ആണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവർക്കും EMD ആവശ്യമില്ല. അവരുടെ വിശ്വാസ്യത ഒരു ഉറപ്പാണല്ലോ. ശരി, അപ്പോൾ ടെൻഡറുകളൊക്കെ കിട്ടി. ഇനി എന്താ? ഇനി വരുന്നത് ഏറ്റവും നിർണായകമായ ഘട്ടമാണ്. ആരാണ് വിജയി എന്ന് തിരഞ്ഞെടുക്കുന്ന സമയം. ഇത് അതീവ സുതാര്യമായിരിക്കണം. നമുക്ക് നോക്കാം ആ പ്രക്രിയ എങ്ങനെയാണെന്ന്. ആർട്ടിക്കിൾ 133 ഈ സുതാര്യത എങ്ങനെ ഉറപ്പാക്കുന്നുവെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. നോക്കൂ, ആദ്യം ടെൻഡറുകൾ സ്വീകരിക്കാൻ ഒരു അവസാന തീയതിയും സമയവും ഉണ്ടാകും. ആ സമയം കഴിഞ്ഞ ഉടൻ ടെൻഡർ ബോക്സ് സീൽ ചെയ്യും. പിന്നെ അത് തുറക്കുന്നതാരാണെന്നോ, ഒരു അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ. അതും രഹസ്യമായിട്ടല്ല. ടെൻഡർ കൊടുത്ത ആളുകൾക്കൊക്കെ അവിടെ വരാം. അവരെ മുന്നിൽ വെച്ചാണ് ഓരോ കവറും തുറക്കുന്നത്. എന്നിട്ടോ ഓരോ ടെൻഡറിലെയും വിവരങ്ങൾ ഉറക്കെ വായിച്ച് ഒരു രജിസ്റ്ററിൽ രേഖപ്പെടുത്തും. ഇതിൽ കൂടുതൽ സുതാര്യത എങ്ങനെ ഉറപ്പാക്കാനാണ്, അല്ലേ? ഒരു തരത്തിലുള്ള തട്ടിപ്പും നടക്കില്ല. അപ്പോൾ ടെൻഡറൊക്കെ തുറന്നു. ഇനി ആർക്ക് കൊടുക്കും? ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്ത ആൾക്കോ? എപ്പോഴും അങ്ങനെയല്ല. ആർട്ടിക്കിൾ 135 പറയുന്നത് ഒരു ടെൻഡർ സ്വീകരിക്കുമ്പോൾ എന്തൊക്കെ തത്വങ്ങൾ പാലിക്കണമെന്നാണ്. വില മാത്രം നോക്കിയാൽ പോരാ എന്ന് സാരം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നതിനൊരു ക്രമമുണ്ട്. ഒന്നാം സ്ഥാനം ആർക്കാണെന്നോ, നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള കുടിൽ വ്യവസായങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക്. അതിനുശേഷമാണ് മറ്റ് ഇന്ത്യൻ വ്യവസായങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പരിഗണിക്കുന്നത്. പിന്നെ വരുന്നത് ഭാഗികമായി ഇന്ത്യയിലുണ്ടാക്കിയവ. അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ ഇത് വെറുമൊരു വാങ്ങലല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു നയം കൂടിയാണ് ഇതിന് പിന്നിൽ. ഇനി ആർട്ടിക്കിൾ 136. ഇത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഥവാ താൽപ്പര്യ വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് വളരെ കർശനമായ ഒരു നിയമമാണ്.
ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായോ അല്ലാതെയോ താൽപ്പര്യമുള്ള ഒരു ടെൻഡറാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന് അതിന്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ പാടില്ല. ഉദാഹരണത്തിന്, ടെൻഡർ കൊടുത്ത കമ്പനി നിങ്ങളുടെ സഹോദരന്റേതാണെങ്കിൽ നിങ്ങൾ ആ പ്രോസസ്സിൽ നിന്ന് മാറി നിൽക്കണം. തീരുമാനങ്ങൾ നിഷ്പക്ഷമായിരിക്കണം എന്ന് ഉറപ്പാക്കാനാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ വിജയിയെ തെരഞ്ഞെടുത്തു, താൽപ്പര്യവൈരുദ്ധ്യമൊന്നുമില്ലെന്നും ഉറപ്പിച്ചു. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞോ? ഇല്ല. ഇനി ആ ഡീലൊന്ന് ഉറപ്പിക്കണം, ഫൈനലൈസ് ചെയ്യണം. അതാണ് അടുത്ത ഘട്ടം, കരാർ നടപ്പാക്കൽ. അതിനായി ആർട്ടിക്കിൾ 140 പ്രകാരം കരാറ് കിട്ടിയ ആൾ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കണം. ഇത് കരാറിന്റെ ആകെ മൂല്യത്തിന്റെ 5% EMDയേക്കാൾ വലിയൊരു തുകയാണിത്. അപ്പോ എന്താണ് ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന്റെ ആവശ്യം? ഇത് കരാർ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കും എന്നതിന്റെ ഒരു ഗ്യാരണ്ടിയാണ്. ഓർക്കുന്നില്ലേ, EMD എന്നത് ജോലി ചെയ്യാൻ താൽപ്പര്യമുണ്ട് എന്ന് കാണിക്കാനായിരുന്നു. എന്നാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ജോലി ഏറ്റെടുത്താൽ അത് പറഞ്ഞ പോലെ തന്നെ ചെയ്യും എന്നതിന്റെ ഉറപ്പാണ്. അതോടൊപ്പം തന്നെ എല്ലാ നിബന്ധനകളും ഉൾപ്പെടുത്തി ഒരു രേഖാമൂലമുള്ള എഗ്രിമെന്റും ഉണ്ടാക്കും. അതോടെ വിതരണക്കാരൻ നിയമപരമായി ആ കരാറിന് ബാധ്യസ്ഥനാകും. ഇനി എല്ലാ വാങ്ങലുകളും ഒരുപോലെയല്ലല്ലോ. ചിലപ്പോൾ സ്ഥിരമായി വേണ്ട സാധനങ്ങളുണ്ടാകും, ചിലപ്പോൾ ലോകത്ത് ഒരിടത്ത് മാത്രം കിട്ടുന്ന ഒന്നാകും. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങൾക്കും ഈ കോഡിൽ വ്യവസ്ഥകളുണ്ട്. നമുക്ക് അങ്ങനെയുള്ള 2 സ്പെഷ്യൽ കോൺട്രാക്റ്റുകളെക്കുറിച്ച് നോക്കാം. ഒന്നാമത്തേത് ആർട്ടിക്കിൾ 141 പറയുന്ന റേറ്റ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ റണ്ണിംഗ് കോൺട്രാക്റ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ, ഓഫീസുകളിലേക്ക് പേന, പേപ്പർ പോലുള്ള സാധനങ്ങൾ സ്ഥിരമായി വേണ്ടിവരുമല്ലോ. ഇതിനൊക്കെ ഓരോ തവണയും ടെൻഡർ വിളിക്കുന്നത് ബുദ്ധിമുട്ടാണ്. പകരം ഒരു വർഷത്തേക്ക് ഒരു വിതരണക്കാരനുമായി ഒരു നിശ്ചിത വിലയ്ക്ക് കരാറുണ്ടാക്കും. ആവശ്യമുള്ളപ്പോൾ ആ വിലയ്ക്ക് വാങ്ങാം. സിമ്പിൾ. ഇനി രണ്ടാമത്തേത് ആർട്ടിക്കിൾ 142 നെഗോഷിയേറ്റഡ് കോൺട്രാക്റ്റുകൾ. ചിലപ്പോൾ നമുക്ക് വേണ്ട സാധനം ഒരു പ്രത്യേക കമ്പനി മാത്രമേ ഉണ്ടാക്കുന്നുണ്ടാവൂ, ഒരു പേറ്റന്റുള്ള ഉപകരണം പോലെ. അവിടെ പിന്നെ ടെൻഡർ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അത്തരം സാഹചര്യങ്ങളിൽ ആ കമ്പനിയുമായി നേരിട്ട് ചർച്ച ചെയ്ത് വിലയും വ്യവസ്ഥകളും ഉറപ്പിക്കാം. അതാണ് നെഗോഷിയേറ്റഡ് കോൺട്രാക്റ്റ്. ഇത്രയൊക്കെ നിയമങ്ങളും നടപടിക്രമങ്ങളുമുണ്ട്. പക്ഷേ ഇതൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ആര് നോക്കും? ഒരു വാച്ച് ഡോഗ് വേണ്ടേ? അവിടെയാണ് അക്കൗണ്ടന്റ് ജനറലിന്റെ, അതായത് AGയുടെ റോള് വരുന്നത്. ആർട്ടിക്കിൾ 143 വളരെ വ്യക്തമായി പറയുന്നു, സർക്കാർ വകുപ്പുകൾ ഉണ്ടാക്കുന്ന കരാറുകൾ പരിശോധിക്കാൻ അക്കൗണ്ടന്റ് ജനറലിന് പൂർണ്ണ അധികാരമുണ്ടെന്ന്. വെറുതെ നോക്കുകയല്ല, ഓഡിറ്റ് ചെയ്യാം. ഈ ഒരു അധികാരമാണ് ശരിക്കുമുള്ള മേൽനോട്ട സംവിധാനം. AGയുടെ ഓഡിറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടാൽ, ഉദാഹരണത്തിന് ടെൻഡർ വിളിക്കാതെ ഒരു കരാർ കൊടുത്തു, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ തുക ക്വോട്ട് ചെയ്ത ആളെ വ്യക്തമായ കാരണമില്ലാതെ ഒഴിവാക്കി, അതുമല്ലെങ്കിൽ വേറെന്തെങ്കിലും ക്രമക്കേട് കണ്ടെത്തിയാൽ AG അത് സർക്കാരിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യും. ഇതാണ് ഈ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ചെക്ക് ആൻഡ് ബാലൻസ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രധാനമായും 4 കാര്യങ്ങൾ. 1. ഈ ടെൻഡർ പ്രക്രിയയുടെ അടിസ്ഥാനം സുതാര്യതയും നീതിയുമാണ്. 2. പൊതുപണം ചെലവഴിക്കുമ്പോൾ കൃത്യമായ സാമ്പത്തിക ഉത്തരവാദിത്തം ഉറപ്പാക്കാൻ നിയമങ്ങളുണ്ട്. 3. നമ്മുടെ നാട്ടിലെയും രാജ്യത്തെയും വ്യവസായങ്ങൾക്ക് വ്യക്തമായ മുൻഗണന നൽകുന്നു. 4. ഇതെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു സ്വതന്ത്ര ഓഡിറ്റ് സംവിധാനവുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ പണം ശരിയായി വിനിയോഗിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള ഒരു ശക്തമായ ചട്ടക്കൂടാണിത്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം. ഇത്രയധികം നിയമങ്ങളും നടപടിക്രമങ്ങളും ഒക്കെയുള്ള ഈ സിസ്റ്റം കാര്യക്ഷമതയെ ബാധിക്കുന്നുണ്ടോ? അതായത്, വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങളിൽ ഇതൊരു തടസ്സമാകുന്നുണ്ടോ? സുതാര്യതയും വേഗതയും ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ എങ്ങനെ സാധിക്കും? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലേ?